തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കാസർഗോഡ് നടന്ന മോക്ക് പോളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ബി.ജെ.പിക്ക് അധിക വോട്ട് രേഖപ്പെടുത്തിയെന്ന ആരോപണം പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി. ബി.ജെ.പിയുടെ ചിഹ്നത്തിൽ അമർത്താതിരുന്നപ്പോഴും ബി.ജെ.പിക്ക് അനുകൂലമായി അധിക വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് എൽ.ഡി.എഫും യു.ഡി.എഫും ഉന്നയിച്ച പരാതി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ മുഴുവൻ വി.വി.പാറ്റ് രസീതുകളും എണ്ണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികളിൽ വാദം പുരോഗമിക്കവെയാണ് സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ. കാസർഗോഡിന് പുറമെ പത്തനംതിട്ടയിലും മോക്ക് പോളിൽ പിഴവ് കണ്ടെത്തിയതായി പരാതിയുണ്ട്. എന്നാൽ ഈ പരാതികളെയെല്ലാം നിഷേധിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്തുകൊണ്ടാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരെ പരാതികൾ പതിവാകുന്നത്? വി.വി.പാറ്റ് എന്ന സംവിധാനം ഇ.വി.എമ്മിന്റെ വിശ്വസനീയമായ പ്രവർത്തനം ഉറപ്പാക്കുന്നുണ്ടോ? 1982 ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി ബാലറ്റ് പേപ്പറിന് പകരം ഇ.വി.എം അഥവാ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് പോളിംഗ് നടന്നത് കേരളത്തിൽ എറണാകുളം ജില്ലയിലെ പറവൂർ ഉപതെരഞ്ഞെടുപ്പിലാണ്. അവിടെ 50 ബൂത്തുകളിൽ മാത്രമാണ് അന്ന് യന്ത്രം ഉപയോഗിച്ചത്. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഇ.വി.എം രാജ്യവ്യാപകമായി ആദ്യമായി ഉപയോഗിക്കപ്പെടുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്കൊപ്പം ഘടിപ്പിക്കുന്ന പ്രിന്ററാണ് വി.വി.പാറ്റ് അഥവാ വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ. ഇ.വി.എം വഴിയുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യത ഉറപ്പുവരുത്തുക എന്നതാണ് വി.വി.പാറ്റിന്റെ ലക്ഷ്യം. ഇ.വി.എമ്മിൽ വോട്ട് രേഖപ്പെടുത്തിയാലുടൻ വി.വി.പാറ്റിൽ നിന്ന് വരുന്ന പ്രിന്റഡ് റെസീപ്റ്റിൽ വോട്ട് ചെയ്യപ്പെട്ട സ്ഥാനാർത്ഥിയുടെ പേരും തെരഞ്ഞെടുപ്പ് ചിഹ്നവും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. വോട്ടർമാർക്ക് തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് തന്നെ ആണോ വോട്ട് രേഖപ്പെടുത്തിയതെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്താനാകും. 2024 പൊതു തെരഞ്ഞെടുപ്പിലാണ് രാജ്യത്തൊട്ടാകെ ആദ്യമായി വി.വി.പാറ്റ് സംവിധാനം നടപ്പിലാക്കാൻ പോകുന്നത്. നിലവിൽ ഓരോ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുത്ത 5 ഇ.വി.എമ്മിൽ മാത്രമാണ് വി.വി.പാറ്റ് പരിശോധന നടത്തുന്നത്. എന്നാൽ മുഴുവൻ വി.വി.പാറ്റ് റെസീപ്റ്റുകളും എണ്ണണമെന്ന ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. വി.വി.പാറ്റ് സ്ലിപ്പുകൾ മുഴുവനായും എണ്ണുന്നതിലൂടെ വോട്ടിംഗ് മെഷീനിലെ ക്രമക്കേട് തുറന്നുകാട്ടാൻ കഴിയുമെന്നാണ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ എല്ലാ വി.വി.പാറ്റുകളും എണ്ണുന്നത് ശ്രമകരമാണെന്നും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് മുമ്പ് ബാലറ്റ് പേപ്പറുകൾ എണ്ണുന്നത് പോലെ 1-2 ദിവസം കഴിയാതെ പൂർണ്ണ ഫലപ്രഖ്യാപനം സാധ്യമല്ലെന്നുമാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. ഒന്നാംഘട്ട തിരഞ്ഞെടുപ്പ് തുടങ്ങിയിട്ടും വി.വി.പാറ്റ് സ്ലിപ്പുകൾ പൂർണ്ണമായി എണ്ണണമെന്ന ഹർജികളിൽ ഇപ്പോഴും വാദം തുടരുകയാണ്. കൃത്യമായ ഫലത്തിന് യന്ത്രം തന്നെയാണ് നല്ലത് എന്നാണ് സുപ്രീം കോടതി വാദത്തിനിടെ അഭിപ്രായപ്പെട്ടത്. ഹർജിക്കാരിൽ ഒരാളായ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ആകട്ടെ ഇലക്ട്രോണിക് യന്ത്രം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്ന മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും തിരികെ ബാലറ്റിലേക്ക് മടങ്ങിയെന്ന് വാദിച്ചപ്പോഴും മറ്റു രാജ്യങ്ങളിലെ സ്ഥിതി വെച്ച് ഇന്ത്യയിലെ വോട്ടെടുപ്പിനെ താരതമ്യപ്പെടുത്താൻ കഴിയില്ലെന്നായിരുന്നു കോടതിയുടെ മറുപടി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ പ്രവർത്തനം അട്ടിമറിക്കാൻ സാധിക്കുമെന്ന് തെളിയിക്കപ്പെട്ടതിനാൽ ഈ തെരഞ്ഞെടുപ്പിൽ ബാലറ്റ് പേപ്പർ ഉപയോഗിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇ.വി.എം ഹഡാവോ മോർച്ച എന്ന സമരം ജനുവരി മുതൽ ന്യൂഡൽഹിയിൽ നടന്നിരുന്നു. മേരാ വോട്ട് മേരെ ഹാത്ത്, മേരി പർച്ചി മേരെ ഹാത്ത് എന്ന മുദ്രാവാക്യമായിരുന്നു സമരക്കാർ ഉയർത്തിയത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 370 മണ്ഡലങ്ങളിൽ ആകെ പോൾ ചെയ്ത വോട്ടിലും ഇ.വി.എമ്മിലെ വോട്ടിലും വ്യത്യാസമുണ്ടെന്ന് ഇംഗ്ലീഷ് മാധ്യമമായ ക്വിൻഡ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇ.വി.എമ്മുകളിൽ നടത്താൻ കഴിയുന്ന തിരിമറികളെക്കുറിച്ച് മിഷിഗൻ യൂണിവേഴ്സിറ്റിയിലെ അലക്സ് ഹോൾഡർമാൻ, ഹൈദരാബാദ് ആസ്ഥാനമായ നെറ്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിലെ ഹരി കെ പ്രസാദ് എന്നിവർ ചേർന്ന് നടത്തിയ പഠനത്തിൽ കൺട്രോൾ യൂണിറ്റിലെ പ്രോഗ്രാമിൽ ക്രമക്കേട് നടത്തുക, പുതിയ മെമ്മറി ചിപ്പോ CPU ഘടിപ്പിക്കുക, ബ്ലൂടൂത്ത് വഴി നിയന്ത്രിക്കാനാവുന്ന ഒരു ഫോൾസ് ഡിസ്പ്ലേ ഘടിപ്പിക്കുക എന്നീ സാധ്യതകൾ വഴി ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമം നടത്താമെന്ന് കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇ.വി.എമ്മിൽ കൃത്രിമം കാണിക്കാനുള്ള സാധ്യത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിക്കളയുന്നു. വി.വി.പാറ്റ് സിസ്റ്റം വന്നതോടുകൂടി ഇ.വി.എമ്മുകളുടെ വിശ്വസനീയമായ പ്രവർത്തനം സ്ഥിരീകരിക്കാൻ വോട്ടർമാർക്ക് കൂടി മാർഗമുണ്ടല്ലോ എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം. എന്നാൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്ന പാർട്ടികൾ വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ച് ഉന്നയിക്കുന്ന പരാതികൾ ഓരോ വർഷവും കൂടി വരികയാണ്. ഇ.വി.എമ്മിനെതിരായ ഹർജികളിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൃത്യമായൊരു തീരുമാനമുണ്ടാക്കാൻ ഇത്തവണയും സുപ്രീം കോടതിക്ക് കഴിഞ്ഞതുമില്ല. പേപ്പർ ബാലറ്റുകളിലേക്ക് തിരികെ പോകുന്നത് പ്രായോഗികമല്ല എന്ന നിരീക്ഷണത്തിലാണ് കോടതി ഒടുവിൽ എത്തിച്ചേർന്നത്. ബാലറ്റ് പേപ്പറിലേക്ക് തിരികെ പോകണോ, ഇ.വി.എം സംവിധാനം തന്നെ മതിയോ എന്ന ചർച്ചകൾ സമൂഹത്തിൽ തുടരുകയാണ്. എത്ര ഉറപ്പാക്കിയാലും യന്ത്രങ്ങളിലും സാങ്കേതിക വിദ്യയിലും തിരിമറികൾക്കുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്നതാണ് ജനങ്ങളുടെ ന്യായമായ സംശയത്തിന് കാരണം. ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കുചേരാനുള്ള ഏക അവസരം വോട്ടെടുപ്പാണല്ലോ. സമ്മതിദാന അവകാശം എന്നത് അത്രമാത്രം പ്രധാനമാകുന്നതും അതുകൊണ്ടാണ്.
അവർ തിരഞ്ഞെടുക്കുന്ന വ്യക്തിക്ക് തന്നെയാണോ അവരുടെ വോട്ട് ലഭിക്കുന്നതെന്ന ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യം ജനാധിപത്യത്തിനേൽക്കുന്ന മുറിവാണ്. ആരോപണങ്ങളെല്ലാം തിരസ്കരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനും EVM തന്നെയാണ് ഇന്ത്യൻ സാഹചര്യത്തിന് അനുയോജ്യമെന്ന് ആവർത്തിക്കുന്ന സുപ്രീം കോടതിയും ഇന്ത്യയിലെ ഓരോ പൗരനും ചെയ്യുന്ന വോട്ടിന്റെ വില മനസ്സിലാക്കി ഇപ്പോൾ നിലനിൽക്കുന്ന സംശയങ്ങൾ ദൂരീകരിക്കാൻ ആത്മാർത്ഥമായി ഇടപെടേണ്ടതുണ്ട്. വോട്ടിൽ വിശ്വാസം നഷ്ടമായാൽ ഭരണവ്യവസ്ഥയിൽ തന്നെ വിശ്വാസമില്ലാത്ത അവസ്ഥയിലേക്കാകും രാജ്യം എത്തിച്ചേരുക.